ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മാഗിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കിയിടുമെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിലുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ജ്യൂസി മാഗി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 മാഗിയുടെ നൂഡിൽസിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിതാ 1 കപ്പ് പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാല് വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാലിലും ഈ ഒരു വെള്ളത്തിലും കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു മാഗി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാഗിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത് വേവായിട്ട് വരുമ്പോൾ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ ഒന്ന് ഒടിഞ്ഞ് വന്നോട്ടെ. അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവായിട്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പാലൊക്കെ അങ്ങ് വെറ്റിപ്പോവും. അപ്പോൾ വേവാവണമെന്നില്ല. അപ്പോൾ ഇതാ മാഗി ഏകദേശം ഇങ്ങനെ വേവായിട്ട് വരുന്നുണ്ട്. പാലൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വറ്റിയിട്ടും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈമും കൂടി ഒന്നും കൂടി അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും പാലൊന്ന് വറ്റിയിട്ട് വന്നോളൂ. ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് വറ്റി മാഗി നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ആ പാലൊക്കെ ആ ഒരു മാഗി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് വരുന്നതും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മാഗി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം, ഈ പാൻ അങ്ങ് മാറ്റിയിട്ട് ഇവിടെ വേറൊരു പാൻ വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ വെളുത്തുള്ളി ഏകദേശം ഒന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാനും കൂടെ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതൊന്നങ്ങ് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റിൻ്റെ ഒരു പകുതി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, നൈസാക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതെല്ലാം കൂടി ഒന്നങ്ങ് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മാഗിയുടെ മസാലയുടെ പാക്ക് ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ആഡ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ആ മസാല ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉണ്ടായിക്കോട്ടെ. പിന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം സോയാ സോസാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് അങ്ങ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മാഗി ഒരു ജ്യൂസി ടൈപ്പ് മാഗിയാണ്. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ആ ഒരു മാഗിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗി നല്ല ജ്യൂസി ടൈപ്പ് ആയിട്ടുള്ളൊരു മാഗിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ കഴിക്കാൻ. അപ്പോൾ ഞാൻ മാഗി ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്താൽ മതി.
അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടാട്ടോ നമ്മുടെ ഈ ഒരു മാഗി ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്കും തന്നെ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.